ദേവസ്വം ബോർഡ് പരീക്ഷയ്ക്ക് ഇനിയിപ്പോൾ കുറച്ച് ദിവസം മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ ആ ദിവസങ്ങൾ കൊണ്ട് ക്യാപ്സ്യൂൾ പോലെ സിലബസ് മാക്സിമം നിങ്ങൾ കവർ ചെയ്യാൻ ശ്രമിക്കണം. അതിന് സഹായകമാകത്തക്ക രീതിയിലുള്ള ക്ലാസ്സുകൾ നമ്മളിവിടെ ചെയ്തു പോകുന്നുണ്ട്. പിന്നെ അതിന് പഠിക്കാൻ ആവശ്യമായുള്ള സ്റ്റഡി മെറ്റീരിയൽ നമ്മൾ കോഴ്സിലൂടെയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ നല്ല എഫേർട്ട് ഇട്ട് ഇനിയുള്ള സമയം മാക്സിമം നന്നായിട്ടൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഈ വർഷം തന്നെ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കുന്ന ഒരു സുവർണാവസരമാണ് ദേവസ്വം ബോർഡ്, ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്കുള്ള ഈ ഒരു പരീക്ഷകളെന്ന് പറയുന്നത്. നന്നായിട്ട് എഴുതാൻ ശ്രമിക്കുക. ഓക്കെ. പിന്നെ ഇന്നത്തെ ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ സിലബസിൽ UNO ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പഠിക്കണമെന്ന് എടുത്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ക്യാപ്സ്യൂൾ സെഷനാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇത് നന്നായിട്ട് ഇന്ന് തന്നെ പഠിച്ചു തീർക്കാൻ ശ്രമിക്കുക. ഓക്കെ. പിന്നെ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വാട്സാപ്പ് നമ്പറിൽ ദേവസ്വം ബോർഡ് LDC എന്ന് മെസ്സേജ് അയച്ചാൽ മതി. LDC മാത്രമല്ല, സാനിറ്റേഷൻ വർക്കർ ഉൾപ്പെടുന്ന എല്ലാ തസ്തികയ്ക്കും ഈ ഒരു കോഴ്സ് യൂസ്ഫുള്ളാണ്. താല്പര്യമുള്ളവർ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഇനിയുള്ള സമയം കൊണ്ട് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽ നമ്മൾ ആ ഒരു കോഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യും. UNO, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ അഥവാ ഐക്യരാഷ്ട്ര സംഘടന, ലോക സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന വളരെയധികം പ്രാധാന്യമുള്ള ഒരു സംഘടനയാണ് ഈ ഐക്യരാഷ്ട്ര സംഘടന എന്ന് പറയുന്നത്. പക്ഷേ ഇത് സ്ഥാപിതമാകുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ മുൻഗാമിയൊക്കെ ആയിട്ട് ആദ്യമായിട്ട് വേറൊരു സംഘടന വന്നായിരുന്നു. അപ്പോൾ UN പറ്റി പഠിക്കുമ്പോൾ ആദ്യം ആ ഒരു സംഘടനയെപ്പറ്റി, ഇതിൻ്റെ മുൻഗാമിയായിട്ടുള്ള സംഘടനയെപ്പറ്റി നമ്മൾ ആദ്യം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കണം. അതിൻ്റെ പേരാണ് ലീഗ് ഓഫ് നേഷൻസ് അഥവാ സർവ്വരാജ്യ സഖ്യം. ആദ്യം ഉണ്ടായ സംഘടന എന്നുള്ള ടേം ഒന്ന് ഓർത്തോണം. ലീഗ് ഓഫ് നേഷൻസ് അഥവാ സർവ്വരാജ്യ സഖ്യം. ഞാൻ ആദ്യം ഉണ്ടായത് എന്നൊക്കെ എടുത്തു പറഞ്ഞായിരുന്നല്ലോ. നമ്മുടെ മാസങ്ങളിൽ, ഒരു വർഷത്തിലെ മാസങ്ങൾ തുടങ്ങുമ്പോൾ ഏറ്റവും ആദ്യത്തെ മാസം ഏതാണ്? അത് ജനുവരിയാണ് എന്നെല്ലാവർക്കും അറിയാം. ജനുവരിയാണ് ഏറ്റവും ആദ്യത്തെ മാസം അല്ലേ. അപ്പോൾ ആദ്യത്തെ മാസത്തിന് കൊടുക്കുന്ന നമ്പർ ഏതാണ്? ഒന്നാമത്തെ മാസം 1 അല്ലേ. ഒരു 0 കൂടെ ഇട്ടാൽ 10. ജനുവരി 10 എന്ന് ഓർത്തിരിക്കാമല്ലോ. അപ്പോൾ ലീഗ് ഓഫ് നേഷൻസ് ആദ്യത്തെ സംഘടന ജനുവരി 10ലേക്ക് എത്താമല്ലോ. ആ 10ൻ്റെ ഇരട്ടി എത്രയാണ്? 20. അപ്പം 10, 20 എന്നീ നമ്പറുകൾ ഇതുമായിട്ട് കണക്ട് ചെയ്ത് ഓർത്തിരിക്കാമല്ലോ. 1920 ജനുവരി 10-നാണ് ഈ ലീഗ് ഓഫ് നേഷൻസ് സ്ഥാപിതമായത്. ആ വർഷം ഇപ്പം തന്നെ പഠിച്ചല്ലോ. 1920 ജനുവരി 10-നാണ് ലീഗ് ഓഫ് നേഷൻസ് സ്ഥാപിതമായത്. ജനുവരി, ആദ്യത്തെ മാസം ജനുവരി, ജനുവരി, ജന എന്നീ അക്ഷരങ്ങൾ നമുക്ക് കിട്ടുമല്ലോ. ജനീവ എന്ന് നമുക്ക് കണക്ട് ചെയ്യാമല്ലോ. ജനീവയാണ് ഈ ലീഗ് ഓഫ് നേഷൻസിൻ്റെ ആസ്ഥാനം. ഒട്ടുമിക്ക എല്ലാ ലോകോത്തര സംഘടനകളുടെ ആസ്ഥാനം ജനീവ വരുന്ന കുറേ സംഘടനകളുണ്ട്, അതൊക്കെ നമ്മൾ പഠിക്കണം. അപ്പോൾ ജനീവയാണ് ഈ ലീഗ് ഓഫ് നേഷൻസിൻ്റെയും ആസ്ഥാനം. സ്വിറ്റ്സർലൻഡിലെ ജനീവയാണ് ലീഗ് ഓഫ് നേഷൻസിൻ്റെ ആസ്ഥാനം. അതുപോലെ തന്നെ 42 അംഗരാജ്യങ്ങളായിരുന്നു ഇതിൻ്റെ സ്ഥാപക അംഗസംഖ്യ എന്ന് പറയുന്നത്. 42 അംഗരാജ്യങ്ങളായിരുന്നു സ്ഥാപക അംഗസംഖ്യ. സ്ഥാപക അംഗസംഖ്യ എത്രയായിരുന്നു എന്ന് ചോദിച്ചാൽ 42. 1920 ജനുവരി 10-നാണ് ഇത് സ്ഥാപിതമായത്. ജനീവയാണ് ലീഗ് ഓഫ് നേഷൻസിൻ്റെ ആസ്ഥാനം. അതുപോലെ 42 ആയിരുന്നു സ്ഥാപക അംഗസംഖ്യ. ഒരു ബേസിക് ചെറുതായിട്ട് കാര്യങ്ങളൊക്കെ ഞാൻ പറയുകയാണ്. മത്സര പരീക്ഷയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ കാര്യങ്ങളിലേക്ക് വരുവാണ് ഡീറ്റെയിൽ ആയിട്ട്. ഒന്നാം ലോക മഹായുദ്ധത്തെ തുടർന്ന് രൂപം കൊണ്ട ഒരു അന്താരാഷ്ട്ര സമാധാന സംഘടനയാണ് ഈ ലീഗ് ഓഫ് നേഷൻസ്. അതിൻ്റെ ബേസിക് ഐഡിയ ആണ്. ഒന്നാം ലോക മഹായുദ്ധത്തെ തുടർന്നാണ് ഈ ഒരു ലോകത്ത് സമാധാനം വേണം എന്ന ചിന്തയോടെ രാജ്യങ്ങൾ ചേർന്ന് ഈ ലീഗ് ഓഫ് നേഷൻസ് ഉണ്ടാക്കിയത്. രാഷ്ട്രങ്ങളുടെ സ്വയം നിർണയാവകാശം വരുത്തിക്കൊണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ സമാധാനവും സുരക്ഷിതത്വവും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ലീഗ് ഓഫ് നേഷൻസ് നിലവിൽ വന്നത്. ഐക്യരാഷ്ട്രസഭയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടന ഏത് എന്ന് ചോദിച്ചാൽ അത് ലീഗ് ഓഫ് നേഷൻസ് ആണ്. മുൻഗാമി, ഐക്യരാഷ്ട്രസഭയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടനയാണ് ഈ ലോകരാജ്യ സഖ്യം അഥവാ സർവ്വരാജ്യ സഖ്യം അഥവാ ലീഗ് ഓഫ് നേഷൻസ്. ഈ ഒരു ടേം പരീക്ഷകളിൽ, PSC പരീക്ഷകളിലും അതുപോലെ വിവിധ മത്സര പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഒരു പോയിൻ്റാണ്. ഐക്യരാഷ്ട്രസഭയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടനയാണ് സർവ്വരാജ്യ സഖ്യം അഥവാ ലീഗ് ഓഫ് നേഷൻ. ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷമുണ്ടായ സമാധാന സംഘടനയാണല്ലോ ലീഗ് ഓഫ് നേഷൻസ്. അപ്പോൾ അതിൻ്റെ പ്രധാന ലക്ഷ്യം എന്തായിരിക്കും? അത് കണ്ടേക്കുന്ന ഏറ്റവും വലിയ ഭീകരമായിട്ടുള്ള സംഭവം ഒന്നാം ലോക മഹായുദ്ധമാണല്ലേ. അപ്പം വീണ്ടും ഒരു മഹായുദ്ധം ഉണ്ടാകാതിരിക്കുക എന്നുള്ളതായിരിക്കണം, ആണല്ലോ അതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അത് തന്നെയാണ് അതിൻ്റെ ലക്ഷ്യം. രണ്ടാമതൊരു ലോക മഹായുദ്ധം ഉണ്ടാകാതെ തടയുക എന്നതായിരുന്നു ലീഗ് ഓഫ് നേഷൻസിൻ്റെ പ്രധാന ലക്ഷ്യം. ഞാൻ പറയുന്ന കൂട്ടത്തിൽ തന്നെ അങ്ങ് മനസ്സിൽ പറഞ്ഞ് പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ ഈ സർവ്വരാജ്യ സഖ്യത്തിൻ്റെ രൂപീകരണത്തിന് വഴി തെളിച്ച് സന്ധി ഏത്, അതുപോലെ ട്രീറ്റ് ഏത് എന്നൊക്കെ ചോദിക്കാം.
വേഴ്സായി സന്ധി എന്ന് ഓർത്തിരിക്കുക. ആ ഒരു ടേം ഓർത്തിരിക്കുക, വേഴ്സായി സന്ധി. വേഴ്സായി സന്ധി 1919. ഇതാണ് ഈ സർവ്വരാജ്യ സഖ്യത്തിൻ്റെ രൂപീകരണത്തിന് കാരണമായ സന്ധി. ഒരു വഴിയില്ലെങ്കിൽ പോലും നിങ്ങൾ തമ്മിലടിക്കരുത്, വേറെ വഴിയൊന്നും ഇല്ലെങ്കിലും തമ്മിലടിക്കരുത്. 18 അടവും പയറ്റി നോക്കണം. 19ാമത്തെ അടവ് മാത്രമാണ് യുദ്ധമെന്ന് മനസ്സിലാക്കുക. അങ്ങനെയൊക്കെ ചുമ്മാ ഒരു സെൻറ്റൻസ് അങ്ങ് ഓർത്താൽ മതി. ഒരു വഴിയില്ലെങ്കിലും യുദ്ധം ചെയ്യല്, വഴി, വേഴ്സായി ഓർത്തിരിക്കാമല്ലോ. 19ാമത്തെ അടവാണ് യുദ്ധം. 1919 വേഴ്സായി സന്ധിയാണ് സർവ്വരാജ്യ സഖ്യത്തിൻ്റെ രൂപീകരണത്തിന് വഴിതെളിച്ച സന്ധി എന്ന് ഓർത്തിരിക്കുക. സർവ്വരാജ്യ സഖ്യത്തിൻ്റെ രൂപീകരണത്തിന് വഴിതെളിച്ച സന്ധി ട്രീറ്റി ഓഫ് വേഴ്സായി അല്ലെങ്കിൽ വേഴ്സായി സന്ധി 1919 ഓർക്കുക. ഓക്കെ, സർവ്വരാജ്യ സഖ്യം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആര് എന്ന് ചോദിക്കാം. രണ്ടുപേർ അടി ഉണ്ടാക്കുമെങ്കിൽ നമ്മൾ പിടിച്ചു മാറ്റാൻ വേണ്ടി, അടി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണല്ലോ ലീഗ് ഓഫ് നേഷൻസ് അഥവാ സർവ്വരാജ്യ സഖ്യം. ഇപ്പോൾ രണ്ടുപേർ അടി ഉണ്ടാക്കുമ്പോൾ പിടിച്ചു മാറ്റാൻ കൂടെ വേണ്ടിയാണെന്ന് ചുമ്മാ ഒരു ഐഡിയ അങ്ങ് ഓർത്താൽ പിടിച്ചു മാറ്റുക. അവനെ വിടറ, വാക്കിൽ നിന്ന് വുഡ്രോയിലേക്ക് എത്താമല്ലോ. വുഡ്രോ വിൽസൺ എന്നൊരു പേര് ഓർത്തിരിക്കാമല്ലോ. വുഡ്രോ വിൽസൺ, ആ ഒരു വ്യക്തിയാണ് ഈ ഒരു ആശയം, സർവ്വരാജ്യ സഖ്യം എന്ന ആശയം മുന്നോട്ട് വെച്ചത്. വുഡ്രോ വിൽസൺ ആണ് ഈ ഒരു സർവ്വരാജ്യ സഖ്യം എന്ന ആശയം മുന്നോട്ട് വെച്ചത്. വുഡ്രോ വിൽസൺ ആണ് സർവ്വരാജ്യ സഖ്യം എന്ന ആശയം മുന്നോട്ട് വെച്ചത് എന്ന് അറിഞ്ഞിരിക്കുക. എന്നാൽ ഈ സർവ്വരാജ്യ സഖ്യത്തിൽ അംഗമല്ലാതിരുന്ന ഒരു പ്രമുഖ രാജ്യമുണ്ട്. അത് നമ്മുടെ ഇപ്പോഴും ലോകത്തിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒരു രാജ്യമാണെന്ന് തന്നെ നമുക്ക് പറയാം, നമ്മുടെ അമേരിക്ക ഈ ഒരു സർവ്വരാജ്യ സഖ്യത്തിൽ അംഗമല്ലാതിരുന്നു. അപ്പോൾ അമേരിക്ക താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് രാജ്യമാണ് സർവ്വരാജ്യ സഖ്യത്തിൽ അല്ലാതിരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഓപ്ഷനുകൾ തരുമ്പോൾ ഓപ്ഷൻ എയിൽ തന്നെ അമേരിക്ക വരും. അപ്പോൾ അമേരിക്ക എപ്പോഴും സമാധാനത്തിൻ്റെ കാവൽക്കാർ, വെസ്റ്റ് അങ്ങനെയാണല്ലോ എന്നുള്ള രീതിയിലുള്ള ചിന്തയിൽ നമ്മളത് അമേരിക്ക ആണെന്ന് ഓർക്കത്തില്ല. പക്ഷേ ഓർത്തോണം, അമേരിക്ക സർവ്വരാജ്യ സഖ്യത്തിൽ അംഗമല്ലാതിരുന്ന രാജ്യമാണ്. സർവ്വരാജ്യ സഖ്യത്തിൻ്റെ രൂപീകരണത്തിന് കാരണമായ 14 നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചതും നമ്മൾ നേരത്തെ പറഞ്ഞ വുഡ്രോ വിൽസൺ ആണ്. 14 നിർദ്ദേശങ്ങൾ, സർവ്വരാജ്യ സഖ്യവുമായി ബന്ധപ്പെട്ട 14 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചതും ഈ പറയുന്ന വുഡ്രോ വിൽസൺ ആണ് എന്ന് ഓർത്തിരിക്കുക. പേരൊന്ന് ഓർത്തോണം, വുഡ്രോ വിൽസൺ എന്ന പേര് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, വുഡ്രോ വിൽസൺ ആണ് സർവ്വരാജ്യ സഖ്യത്തിൻ്റെ രൂപീകരണത്തിന് കാരണമായ 14 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത്. 14 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത് വുഡ്രോ വിൽസൺ. 14 നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കപ്പെട്ട അന്താരാഷ്ട്ര സമ്മേളനം ഏത് എന്ന് ചോദിച്ചാൽ പാരീസ് സമ്മേളനം 1919, പാരീസ് കോൺഫറൻസ്. 14 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച സമ്മേളനം പാരീസ് കോൺഫറൻസ് 1919. ഓക്കെ, അതോടെ ഒന്ന് ഈ കൂട്ടത്തിൽ ഓർത്തിരിക്കുക. ഈ സർവ്വരാജ്യ സഖ്യത്തിൻ്റെ ഭരണഘടന അറിയപ്പെടുന്നത് കവനൻറ്റ് എന്ന പേരിലാണ്. കവനൻറ്റ് എന്ന് ഓർത്തോളുക. കവനൻറ്റ്, സർവ്വരാജ്യ സഖ്യത്തിൻ്റെ ഭരണഘടന അറിയപ്പെടുന്നത് കവനൻറ്റ്. സർവ്വരാജ്യ സഖ്യത്തിൻ്റെ ഭരണഘടന കവനൻറ്റ്. ടേമുകളൊക്കെ നിങ്ങൾ പരീക്ഷയ്ക്ക് ഓർത്തോളും. ജസ്റ്റ് ഒന്ന് മനസ്സിൽ ഞാൻ ഈ പറയുമ്പോൾ തന്നെ ആവർത്തിച്ച് അങ്ങ് നൈസായിട്ട് പറഞ്ഞു പോയാൽ മതി. റിപ്പീറ്റഡായിട്ട് അങ്ങ് പറഞ്ഞു പോയാൽ ഓർത്തോളും പരീക്ഷയ്ക്ക്. നമുക്ക് കറക്റ്റ് ഓപ്ഷൻ കറപ്പിച്ചാൽ മതിയല്ലോ. സർവ്വരാജ്യ സഖ്യത്തിൻ്റെ നിയമസംഹിത ഒപ്പുവെച്ചത് 1919 ജൂൺ 28-നാണ്. 1919 ജൂൺ 28-നാണ് സർവ്വരാജ്യ സഖ്യത്തിൻ്റെ നിയമസംഹിത ഒപ്പുവെച്ചത്. ഇനിയുള്ള കാലത്ത് ഇങ്ങനെ ഡേറ്റൊക്കെ കറക്റ്റായിട്ട് എടുത്ത് ചോദിക്കാനൊന്നും പോകുന്നില്ല. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ ചോദിക്കുക. എന്നാലും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ച് പോകുന്നുണ്ടെന്നേ ഉള്ളൂ. സർവ്വരാജ്യ സഖ്യത്തിൻ്റെ ആദ്യ സമ്മേളനത്തിൻ്റെ വേദിയും പാരീസ് ആയിരുന്നു. സർവ്വരാജ്യ സഖ്യത്തിൻ്റെ ആദ്യ സമ്മേളനത്തിൻ്റെ വേദി പാരീസ് ആയിരുന്നു. ആദ്യ പൊതുസമ്മേളനം നടന്നത് 1920 നവംബർ 15 ജനീവയിലാണ്. അതുപോലെ തന്നെ സർവ്വരാജ്യ സഖ്യത്തിൻ്റെ സെക്രട്ടറി ജനറൽമാർ സർ ജെയിംസ് എറിക് ഡ്രമണ്ട്, ജോസഫ് അവനോള്, സീൻ ലെസ്റ്റർ എന്നിവയായിരുന്നു. സർ ജെയിംസ് എറിക് ഡയമണ്ട്, ഞാൻ പേരുകളുടെ ആദ്യത്തെ അക്ഷരം ഒന്ന് എഴുതാം. സർ ജെയിംസ് എറിക് ഡയമണ്ട്, പിന്നെ ജോസഫ് അവനോള് ജെ കൂട്ടി 2 പേരായ, പിന്നെ സീൻ ലെസ്റ്റർ. ഈ ഒരു പേരുകൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് ഓർത്തിരിക്കുക. സർവ്വരാജ്യ സഖ്യത്തിൻ്റെ സെക്രട്ടറി ജനറൽമാരാണ് ജെയിംസ് എറിക് ഡ്രമണ്ടും അതുപോലെ ജോസഫ് അവനോളും സീൻ ലെസ്റ്ററാണ് അവസാനത്തേത്, അയർലൻഡുകാരനായിരുന്നു.
അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് സർവ്വരാജ്യ സഖ്യത്തിൻ്റെ സെക്രട്ടറി ജനറൽ ആയിരുന്നത് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? സീൻ ലെസ്റ്റർ. അവസാനത്തെ വ്യക്തിയാണല്ലോ രണ്ടാം ലോക മഹായുദ്ധം ആ ഒരു കാലഘട്ടമായിട്ട് അടുത്ത് വരുന്നത്. അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് സർവ്വരാജ്യ സഖ്യത്തിൻ്റെ സെക്രട്ടറി ജനറൽ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ സീൻ ലെസ്റ്റർ ആണ്. അപ്പം ജെയിംസ് എറിക് ഡ്രമണ്ട്, ജോസഫ് അവനോള്, സീൻ ലെസ്റ്റർ എന്നിവരൊക്കെ ആയിരുന്നു സർവ്വരാജ്യ സഖ്യത്തിൻ്റെ സെക്രട്ടറി ജനറൽമാർ. സർവ്വരാജ്യ സഖ്യത്തിൻ്റെ പ്രധാന ഘടകങ്ങളാണ് സമിതി അഥവാ കൗൺസിലും അതുപോലെ സഭ അഥവാ അസംബ്ലിയും പിന്നെ സെക്രട്ടേറിയറ്റ് എന്നിവ. സമിതി, സഭ, സെക്രട്ടേറിയറ്റ് എന്നിവ പ്രധാന ഘടകങ്ങളെന്നൊക്കെ ജസ്റ്റ് ഞാൻ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഒന്നും വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും ചോദിക്കത്തൊന്നുമില്ല. സർവ്വരാജ്യ സഖ്യം പിരിച്ചുവിട്ട വർഷം 1940 ശേഷമാണ്. എന്തായാലും നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ, കാരണം രണ്ടാം ലോക മഹായുദ്ധം ആ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ 46 എത്തുക. 1946 ഏപ്രിൽ 20 ഇത് പിരിച്ചുവിട്ടത്. 1946 ഏപ്രിൽ 20 സർവ്വരാജ്യ സഖ്യം പിരിച്ചുവിട്ടത്. അപ്പോൾ സർവ്വരാജ്യ സഖ്യം രൂപീകൃതമായത് 1920 ജനുവരി 10, പിരിച്ചുവിട്ടത് 1946 ഏപ്രിൽ 20. ഇത്രയൊക്കെ പോയിന്റുകൾ ഒരു മത്സര പരീക്ഷയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ സർവ്വരാജ്യ സഖ്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു. ഇനി നമ്മൾ UNO അഥവാ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ, ഐക്യരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. എന്തായാലും രണ്ടാം ലോക മഹായുദ്ധം നടന്നത് 1940 ശേഷമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കറക്റ്റ് വർഷം ചിലപ്പം ആ ഒരു മൊമെൻറ്റ് നമ്മൾ മറന്നുപോയാലും 40കളാണ് എന്ന് ഓർമ്മയുണ്ടല്ലോ. ഈ UNO ഐക്യരാഷ്ട്ര സംഘടന എന്ന് പറയുന്നത് ഇത്രയും ലോകരാജ്യങ്ങളോട് യുദ്ധം ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് സമാധാനം ആഗ്രഹിക്കുന്ന ഒരു സംഘടനയാണല്ലോ. ലോക സമാധാനത്തിന് വേണ്ടി നിലനിൽക്കുന്ന ഒരു സംഘടനയാണ് UNO അഥവാ ഐക്യരാഷ്ട്ര സംഘടന. അപ്പോൾ ഇത്രയും വലിയ രാജ്യങ്ങളോട് യുദ്ധം ചെയ്യരുത് എന്ന് പവർഫുള്ളായിട്ട് പറയണമെങ്കിൽ അത്രയും പഞ്ചുള്ള ഒരു സംഘടനയാണെന്ന് ഓർക്കാമല്ലോ. പഞ്ച് എന്നൊക്കെ പറയാം. കാരണം 5ലേക്ക് എത്താൻ വേണ്ടിയാണ്. 40കൾക്ക് ശേഷമാണ് എന്ന് നമുക്ക് കോമൺ ആ ഒരു ഐഡിയ ഉള്ളവർക്ക് 5 45 എന്ന് പരീക്ഷയ്ക്ക് കൺഫ്യൂഷനില്ല, അത് ഓർത്തിരിക്കാൻ വേണ്ടിയാണ് ആ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത്. അപ്പം 45 ഇത് രൂപീകൃതമായത്. 1945 ഒരു ഒക്ടോബർ മാസം 24 UNO അഥവാ ഐക്യരാഷ്ട്ര സംഘടന സ്ഥാപിച്ചത്. 1945 ഒക്ടോബർ 24. ഇതിൻ്റെ ആസ്ഥാനം ന്യൂയോർക്കാണ്. ന്യൂയോർക്കിലെ മാൻഹാട്ടനാണ് ഐക്യരാഷ്ട്ര സംഘടന അഥവാ UNOയുടെ ആസ്ഥാനം. ന്യൂയോർക്കിലെ മാൻഹാട്ടനാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം. നമ്മുടെ ലീഗ് ഓഫ് നേഷൻസ് USA ഇല്ലായിരുന്നു. UNലേക്ക് വരുമ്പോൾ USAയും കാര്യം അമേരിക്ക വന്നു. അമേരിക്കയിലെ പ്രധാനപ്പെട്ട സ്ഥലമാണല്ലോ ന്യൂയോർക്ക്. അപ്പോൾ ഓർത്തിരിക്കുക, ന്യൂയോർക്കാണ് ഇതിൻ്റെ ആസ്ഥാനം. അതുപോലെ തന്നെ ഇതിനൊരു യൂറോപ്യൻ ആസ്ഥാനമുണ്ട്. യൂറോപ്യൻ ആസ്ഥാനം ഏതാണ്? ജനീവ തന്നെയാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ യൂറോപ്യൻ ആസ്ഥാനം നമ്മുടെ ലീഗ് ഓഫ് നേഷൻസിൻ്റെ അതേ ആസ്ഥാനമായ ജനീവ തന്നെയാണ്. യൂറോപ്യൻ ഹെഡ് ക്വാർട്ടേഴ്സ്, യൂറോപ്യൻ ആസ്ഥാനം ജനീവയാണ് എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ. ലോകത്തിലെ ഏറ്റവും വലിയ കായികേതര അന്താരാഷ്ട്ര സംഘടനയാണ് UNO. ലോകത്തിലെ ഏറ്റവും വലിയ കായികേതര അന്താരാഷ്ട്ര സംഘടന ഏത് എന്ന് ചോദിച്ചാലും ഉത്തരം UNO ആണ്. മനുഷ്യാവകാശ സങ്കല്പത്തിന് ഉത്തേജനം നൽകിയ ഒരു സംഘടനയാണ് ഈ ഐക്യരാഷ്ട്ര സംഘടന. ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണത്തിന് വഴി തെളിച്ച ഉടമ്പടി ഏത് എന്ന് ചോദിക്കാം. ഏറ്റവും അവസാനം രണ്ടാം ലോക മഹായുദ്ധം ഒക്കെ നമ്മൾ നേരിൽ കണ്ട് ഏറ്റവും ലാസ്റ്റ് ആണല്ലോ UNO ഉണ്ടായത്. അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധം പോലെ ജപ്പാനിലുമൊക്കെ ആറ്റം ബോംബൊക്കെ ഇട്ട് അത്രയും ഭീകരമായിട്ടുള്ള സംഭവങ്ങൾ നടന്ന ഇതെല്ലാം ഇതിൻ്റെ ഒരു കാരണമായിട്ട് ഏറ്റവും ലാസ്റ്റ് അതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റാണ് UNO വന്നത്. അതിനുശേഷം പിന്നെ അങ്ങനെ ആണവയുദ്ധങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ലാസ്റ്റ് എന്നൊക്കെ ഓർത്തിരിക്കാൻ പറ്റുന്നവർക്ക് അറ്റ്ലാന്റിക് എന്ന് ഓർത്തിരിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അറ്റ്ലാന്റിക് ട്രീറ്റി എന്ന് ഓർത്താലും മതി. അറ്റ്ലാന്റിക് ചാർട്ടർ 1941 ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണത്തിന് വഴി തെളിച്ച ഉടമ്പടിയാണ് അറ്റ്ലാന്റിക് ചാർട്ടർ 1941. അറ്റ്ലാന്റിക് ചാർട്ടർ 1941 ആണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണത്തിന് വഴി തെളിച്ച ഉടമ്പടി. ഓർത്തിരിക്കുക, ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണത്തിന് വഴി തെളിച്ച ഉടമ്പടി അറ്റ്ലാന്റിക് ചാർട്ടർ 1941.
1941. അറ്റ്ലാന്റിക് ചാർട്ടർ ഒപ്പുവെച്ച നേതാക്കൾ, രണ്ടുപേരുടെ പേരുകളും പ്രധാനപ്പെട്ടതാണ്. USA പ്രസിഡന്റായ അന്നത്തെ പ്രസിഡന്റായ ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റും അതുപോലെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ വിൻസ്റ്റൺ ചർച്ചിലുമാണ് അറ്റ്ലാന്റിക് ചാർട്ടർ ഒപ്പുവെച്ച നേതാക്കൾ. USA പ്രസിഡന്റായ ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ്, US പ്രസിഡന്റായ ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ വിൻസ്റ്റൺ ചർച്ചിലുമാണ് അറ്റ്ലാന്റിക് ചാർട്ടർ ഒപ്പുവെച്ചത്. ഐക്യരാഷ്ട്ര സംഘടന എന്ന ആശയം മുന്നോട്ട് വെച്ചത് തന്നെ ഈ ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് ആണ്. അതുപോലെ തന്നെ യുണൈറ്റഡ് നേഷൻസ് എന്ന പേര് നിർദ്ദേശിച്ചതും ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് തന്നെയാണ്. അപ്പോൾ ഐക്യരാഷ്ട്ര സംഘടന എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തി, യുണൈറ്റഡ് നേഷൻസ് എന്ന പേര് നിർദ്ദേശിച്ചത് എന്നൊക്കെ ആരാണ് എന്നൊക്കെ ചോദിച്ചാൽ ഉത്തരം ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് ആണ് എന്നോർത്തിരിക്കുക. നമ്മൾ നേരത്തെ 1941 അറ്റ്ലാന്റിക് ചാർട്ടറിനെ പറ്റി പറഞ്ഞല്ലോ, ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണത്തിന് വഴിതെളിച്ച ഉടമ്പടി അറ്റ്ലാന്റിക് ചാർട്ടർ എന്ന്. ഈ അറ്റ്ലാന്റിക് ചാർട്ടർ ഒപ്പുവെച്ചത് 1941 തിരിച്ചിട്ടാൽ എന്ത് വരും? 14. അപ്പോൾ നമുക്ക് എഴുതാം 1941. ഈ 41 തിരിച്ചിടുമ്പം 14 വരും അല്ലേ? 14 ഓഗസ്റ്റ് 1941 ഓഗസ്റ്റ് 14 അറ്റ്ലാന്റിക് ചാർട്ടർ ഒപ്പുവെച്ചത്. 1941 ഓഗസ്റ്റ് 14 അറ്റ്ലാന്റിക് ചാർട്ടർ ഒപ്പുവെച്ചു എന്ന് അറിഞ്ഞിരിക്കുക. ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിക്കുവാൻ തീരുമാനിച്ച സമ്മേളനം ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം യാൾട്ട സമ്മേളനമാണ്. യാൾട്ട സമ്മേളനമാണ് ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിക്കുവാൻ തീരുമാനിച്ച സമ്മേളനം. 1945 ഉക്രൈനിലാണ് നടന്നത്. അപ്പോൾ ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിക്കാൻ തീരുമാനിച്ച സമ്മേളനം യാൾട്ട സമ്മേളനമാണ്. ഇതിൽ പങ്കെടുത്ത പ്രമുഖ നേതാക്കളാണ് റൂസ്വെൽറ്റ്, വിൻസ്റ്റൺ ചർച്ചിൽ, അതുപോലെ സ്റ്റാലിനും റൂസ്വെൽറ്റും വിൻസ്റ്റൺ ചർച്ചിലും ഒക്കെ ഈ യാൾട്ട സമ്മേളനത്തിൽ, യാൾട്ട കോൺഫറൻസിൽ പങ്കെടുത്തു. ഐക്യരാഷ്ട്രസഭയ്ക്ക് ആ പേര് നിർദ്ദേശിച്ച സമ്മേളനം ഏത് എന്ന് ചോദിച്ചാൽ 1942 വാഷിങ്ടൺ സമ്മേളനമാണ്. വാഷിങ്ടൺ സമ്മേളനത്തിനാണ് ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് ആ ഒരു പേര് നിർദ്ദേശിച്ചത്. UN-ൻ്റെ ഭരണഘടന അറിയപ്പെടുന്ന പേരെന്ത് എന്ന് ചോദിക്കാം. അതിൻ്റെ പേരെന്താണ്? UN ചാർട്ടർ എന്നാണ് UN-ൻ്റെ ഭരണഘടന അറിയപ്പെടുന്നത്. UN ചാർട്ടർ. UNOയുടെ, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ്റെ ലക്ഷ്യം നിർവചിച്ചിരിക്കുന്ന UN ചാർട്ടറിലെ ആർട്ടിക്കിൾ ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഒന്നാമത്തെ ആർട്ടിക്കിൾ 1 ഇതിൻ്റെ ലക്ഷ്യം നിർവചിച്ചിരിക്കുന്നത്. UNOയുടെ ലക്ഷ്യം നിർവചിച്ചിരിക്കുന്ന UN-ലെ ചാർട്ടർ ആർട്ടിക്കിൾ 1. അതുപോലെ തന്നെ UN-ൻ്റെ ലക്ഷ്യങ്ങളും അംഗരാജ്യങ്ങളുടെ അവകാശങ്ങളും കടമകളും പ്രതിപാദിക്കുന്ന ഔദ്യോഗിക രേഖ ഏത് എന്നൊക്കെ ചോദിച്ചാലും ഉത്തരം UN ചാർട്ടറാണ്. UN-ൻ്റെ ലക്ഷ്യങ്ങളും അംഗരാജ്യങ്ങളുടെ അവകാശങ്ങളും കടമകളും ഒക്കെ പ്രതിപാദിക്കുന്ന ഔദ്യോഗിക രേഖ UN ചാർട്ടറാണ്. UN ചാർട്ടറിൻ്റെ ആമുഖം തയ്യാറാക്കിയത് ഫീൽഡ് മാർഷൽ സ്മട്സ് ആണ് UN ചാർട്ടറിൻ്റെ ആമുഖം തയ്യാറാക്കിയത്. UN ചാർട്ടറിന് രൂപം നൽകിയ സമ്മേളനം നടന്നത് വാഷിങ്ടൺ DC-യിലെ ഡംബാർട്ടൺ ഓക്സിലാണ് UN ചാർട്ടറിന് രൂപം നൽകിയ സമ്മേളനം നടന്നത്. UN ചാർട്ടർ ഒപ്പുവെച്ചത് 1945 ജൂൺ 26. UN ചാർട്ടർ ഒപ്പുവെച്ചത് 1945 ജൂൺ 26. ഈ ഡേറ്റ് ഒന്ന് ഓർത്തിരുന്നോണം. 1945 ജൂൺ 26 UN ചാർട്ടർ ഒപ്പുവെച്ചത്. UN ചാർട്ടർ ഒപ്പുവെച്ച സമ്മേളനം ഏത് എന്ന് ചോദിച്ചാൽ സാൻ ഫ്രാൻസിസ്കോ സമ്മേളനം. 1945 സാൻ ഫ്രാൻസിസ്കോ സമ്മേളനത്തിൽ വെച്ച് 50 രാജ്യങ്ങളാണ് UN ചാർട്ടറിൽ ഒപ്പുവെച്ചത്. അപ്പോൾ 1945 ജൂൺ 26 UN ചാർട്ടർ ഒപ്പുവെച്ചത്. സാൻ ഫ്രാൻസിസ്കോ സമ്മേളനത്തിൽ 50 രാജ്യങ്ങളാണ് 1945 സാൻ ഫ്രാൻസിസ്കോ സമ്മേളനത്തിൽ വെച്ച് UN ചാർട്ടറിൽ ഒപ്പുവെച്ചത്. എന്നാൽ UNO സ്ഥാപകാംഗങ്ങളുടെ എണ്ണം 51. 51ാമതായി ഒപ്പുവെച്ച പോളണ്ടിനെയും സ്ഥാപകാംഗമായി പരിഗണിക്കുന്നു. പോളണ്ട് 1945 ഒക്ടോബർ 15 ഒപ്പുവെച്ചത്. അപ്പം UNOയുടെ സ്ഥാപകാംഗങ്ങളുടെ എണ്ണം 51 ഓർത്തിരിക്കുക. 1945 സാൻ ഫ്രാൻസിസ്കോ സമ്മേളനത്തിൽ വെച്ച് 50 രാജ്യങ്ങളാണ് ഒപ്പുവെച്ചതെങ്കിലും 51ാമതായി ഒപ്പുവെച്ച പോളണ്ടിനെയും സ്ഥാപകാംഗമായി അംഗീകരിക്കുന്നുവെന്ന് അറിഞ്ഞിരിക്കുക.
UN ഔപചാരികമായി നിലവിൽ വന്നത് 1945 ഒക്ടോബർ 24. അതുകൊണ്ട് തന്നെ ഒക്ടോബർ 24 UN ദിനമായി കണക്കാക്കപ്പെടുന്നു. UN ഔപചാരികമായി നിലവിൽ വന്നത് 1945 ഒക്ടോബർ 24. അതുകൊണ്ട് തന്നെ ഒക്ടോബർ 24 എന്ത് ദിനമാണ്? UN ദിനമായി കണക്കാക്കപ്പെടുന്നു. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആപ്തവാക്യം എന്ത് എന്ന് പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിക്കാറുണ്ട്. അതൊന്ന് ഓർത്തിരുന്നോണം. ഇത് നിങ്ങളുടെ ലോകമാണ് എന്നുള്ളതാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആപ്തവാക്യം. ഇതാരുടെ ലോകമാണ്? ഇത് നിങ്ങളുടെ ലോകമാണ്. ഇത് നിങ്ങളുടെ ലോകമാണ് എന്നുള്ളതാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആപ്തവാക്യം. ഇത് നിങ്ങളുടെ ലോകമാണ്. അതുപോലെ തന്നെ UN പതാക നിലവിൽ വന്നത് 1947 ഒക്ടോബർ 20 UN പതാകയുടെ നിറം ഇളം നീല. ഇളം നീലയാണ് UN പതാകയുടെ നിറം. ചരിത്രത്തിൽ ആദ്യമായി UN ചാർട്ടർ വിവർത്തനം ചെയ്യപ്പെട്ട ഇന്ത്യൻ ഭാഷ സംസ്കൃതമാണ്. അതൊന്ന് ഓർത്തോണം, നമ്മുടെ ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ടതാണ്. സംസ്കൃതമാണ് ചരിത്രത്തിൽ ആദ്യമായി UN ചാർട്ടർ വിവർത്തനം ചെയ്യപ്പെട്ട ഇന്ത്യൻ ഭാഷ. ചരിത്രത്തിൽ ആദ്യമായി UN ചാർട്ടർ വിവർത്തനം ചെയ്ത ഇന്ത്യൻ ഭാഷ സംസ്കൃതമാണ്. അതുപോലെ തന്നെ UN ചാർട്ടർ സംസ്കൃതത്തിലേക്ക് വിവർത്തനം ചെയ്തത് ജിതേന്ദ്രകുമാർ ത്രിപാഠി. UN ചിഹ്നം അംഗീകരിക്കപ്പെട്ടത് 1946 ഡിസംബർ 7. UN ആസ്ഥാന മന്ദിരം പണി കഴിപ്പിക്കാൻ ആവശ്യമായ 18 ഏക്കർ ഭൂമി സൗജന്യമായി നൽകിയ അമേരിക്കൻ കോടീശ്വരനാണ് ജോൺ ഡി റോക്ക് ഫെല്ലർ. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, ജോൺ ഡി റോക്ക് ഫെല്ലർ ഈ ഒരു 18 ഏക്കർ സൗജന്യമായി നൽകി. UN ആദ്യ സമ്മേളനത്തിന് വേദിയായ നഗരം ലണ്ടനാണ്. UN ആദ്യ സമ്മേളനത്തിന് വേദിയായ നഗരം ലണ്ടനാണ് എന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ.